കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി അഖിൽ മാരാര് ഡെലിവറിയെ കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റും അതിന് ഒരുപാട് ആളുകൾ തങ്ങളുടേതായ രീതിയിൽ നൽകിയ റിയാക്ഷൻസും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ എന്റെ മനസ്സിലുണ്ടായത് എന്താന്ന് വെച്ചാൽ, നാം അനുഭവിക്കാത്ത അല്ലെങ്കിൽ നാം കടന്നു പോകാത്ത അവസ്ഥ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിപ്പോൾ മറ്റൊരാൾ എത്ര കണ്ട് നമ്മളെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചാലും, പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകളുടെ വേദനകളോ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഒന്നും അവർ അനുഭവിച്ചിട്ടുമില്ല, അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള യാതൊരു അവകാശവും അവർക്കില്ല. അപ്പോൾ അവരെ അങ്ങ് വിട്ടേക്കുക. ഇനിയുള്ളത് സ്ത്രീകളാണ്. സ്ത്രീകളുടെ വിഷമങ്ങൾ മനസ്സിലാകുന്നതും അവരെ യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടതും സ്ത്രീകൾ തന്നെയാണ്. ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞ് അവളുടെ കാത് കുത്തുമ്പോൾ മുതൽ അവളുടെ വേദനകൾ അങ്ങ് ആരംഭിക്കുകയായി. പിന്നീട് ശാരീരികവും മാനസികവുമായ വേദനകളുടെ ഒരു നിര തന്നെയാണ്. ഇനി പീരിയഡ്സ് ആകുമ്പോൾ പലർക്കും പലതരത്തിലാണ് ബുദ്ധിമുട്ടുകളും വേദനകളും. ചിലർക്ക് ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും. ചിലരെ സംബന്ധിച്ച് നമുക്ക് സഹിക്കുന്നതിലും അപ്പുറമായി അവസാനം ഹോസ്പിറ്റലിൽ പോയി സഹായം തേടേണ്ട അവസ്ഥകൾ വരാറുണ്ട്. ഇനി മാനസികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നീ ഒരു പെൺകുട്ടിയല്ലേ, നീ അവിടെ ഇരിക്കുക, നീ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ നീ ഇപ്പൊ പുറത്തു പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരി തുടങ്ങിയ വാക്കുകൾ മനസ്സിലേൽപ്പിക്കുന്ന മുറിവുകൾ ഒരു സൈഡിൽ. ഇനി പീരിയഡ്സ് തുടങ്ങിയുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മറ്റൊരു സൈഡിൽ. ഇനി പ്രഗ്നൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ചിലർക്ക് വളരെ ചില്ലായിരിക്കും, യാതൊരു ബുദ്ധിമുട്ടുകളും കാണില്ല. ലൈക്ക് മീ, എനിക്ക് വളരെ പ്രഗ്നൻസികളെല്ലാം തന്നെ വളരെ ചില്ലായിരുന്നു. അതേസമയം പ്രഗ്നൻസിയുടെ ആരംഭം മുതൽ ഡെലിവറി വരെ വൊമിറ്റ് ചെയ്ത് അല്ലെങ്കിൽ തല കറങ്ങി ഡ്രിപ്പ് ഇട്ടൊക്കെ കിടക്കേണ്ടി വന്ന ഒരുപാട് ആളുകളെ എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ഓരോരുത്തർക്കും ഇത് ഓരോ തരത്തിലാണ്. വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ ചിലപ്പോൾ ബെഡ് റെസ്റ്റിൽ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞു കൂട്ടിയ ഒരുപാട് സ്ത്രീകളുണ്ട്. ഇനി ഡെലിവറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നോർമൽ ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും നല്ല എൻജോയ്മെന്റ് ഉണ്ട്, നല്ല വേദനയാണ്. അത് ആ ഒരു ദിവസം മാത്രമല്ല, പിന്നീട് സ്റ്റിച്ച് പഴുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, സ്റ്റിച്ച് പൊട്ടിയാൽ ഉണ്ടാകുന്ന വേദന, അവിടെ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ്, ഇതൊക്കെ നല്ല രീതിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിയട്ടെ, അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ഓൾ ദിസ്, എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മരണം വരെ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ആകുലതകളും വേവലാതികളും ടെൻഷൻസും ഒക്കെയാണ്. ഈ കുഞ്ഞ് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ, മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നുണ്ടോ, കുഞ്ഞിന്റെ കറക്റ്റായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് തുടങ്ങി ഇത് കുഞ്ഞിന്റെ ഒരു ശൈശവത്തിൽ. പിന്നീട് ബാല്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും കുഞ്ഞ് പഠിക്കുന്നുണ്ടോ, കുഞ്ഞിന് കൃത്യമായ വളർച്ചയുണ്ടോ, അത് കഴിഞ്ഞ് വീണ്ടും ജോലി കിട്ടുന്നുണ്ടോ, വിവാഹമാവുന്നുണ്ടോ, ഇനി വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് കുട്ടികളാകുന്നുണ്ടോ തുടങ്ങി നമ്മുടെ മരണം വരെ, ഒരമ്മയുടെ മരണം വരെ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള വേവലാതികളും ടെൻഷൻസും, ഈ കുഞ്ഞിനൊരു സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മുറിവുകൾ പറ്റുമ്പോൾ, അപകടം പറ്റുമ്പോഴൊക്കെ കുഞ്ഞിനേക്കാളും വേദനിക്കുന്ന അമ്മയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വേദനകളെ ഒഴിഞ്ഞിട്ട് നേരമില്ല. എന്നാൽ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ഇതിട്ട് മനസ്സിലാവത്തുമില്ല. പലപ്പോഴും ഒരുപാട് വേദന തോന്നിയ ഒരു കാര്യം, പുരുഷന്മാരിത് പറയുന്നത് പോട്ടെ, അവർക്കിത് മനസ്സിലാവത്തില്ല എന്നെങ്കിലും വിചാരിക്കാം. ഇതെല്ലാം കടന്നു വന്ന, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച് അതിനെ ഇത്രയും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച് വളർത്തിയെടുത്തുകൊണ്ട് വന്ന അമ്മമാർ അല്ലെങ്കിൽ അമ്മായിമാര്, ഈ പറഞ്ഞ അമ്മായിമ്മമാരൊക്കെ പിന്നീട് മകളോ മരുമകളൊക്കെ പ്രസവിച്ചു കഴിയുമ്പോൾ വളരെയധികം ലാഘവത്തോടെ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളും പ്രസവിച്ചത്, പിള്ളേരെ വളർത്തുന്നുണ്ട് അങ്ങ് എളുപ്പമാണെന്നാണോ വിചാരിച്ചത്, നിങ്ങൾക്കൊക്കെ എന്നാ സുഖമാ, ഇനി ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതിന്റെ കൂടെ വീട്ടുപണി, ജോലി, 2 കാരണവന്മാരെയും കൂടെ നോക്കാനുണ്ട്, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഒരു വളരെയധികം നിസ്സാരവൽക്കരിക്കുന്നത്. അത് പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെ. പക്ഷെ ഞാൻ ഒരിക്കലും ഇവരെ കുറ്റപ്പെടുത്തത്തില്ല. അതിനൊരു കാരണമുണ്ട്. എൻ്റെ ഒരു നിരീക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, കുറച്ച് കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു പ്രായമായി കഴിയുമ്പോൾ നമ്മളും ഇതൊക്കെ മറന്ന് ഇവരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങും എന്നാണ്. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനും സാധിക്കില്ല. അപ്പോൾ നമ്മൾ എത്രമാത്രം വേദന സഹിച്ചെന്ന് പറഞ്ഞാലും ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ ആ വേദനയൊക്കെ മറക്കും. അതുകൊണ്ടാണല്ലോ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് വീണ്ടും ആ വേദന സഹിച്ച് ആ സ്ത്രീ തന്നെ രണ്ടാമതൊരു കുഞ്ഞിന് കൂടി ജന്മം കൊടുക്കുന്നത്, ഈ മറവി ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ പോകെ പോകെ നമ്മളും ഇതൊക്കെ, ഈ കഷ്ടപ്പാടുകളും കടന്നു വന്ന ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ നമ്മളും മറക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. ആകെപ്പാടെ ഒരു ആശ്വാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഇതേ തോണിയിൽ സഞ്ചരിക്കുന്നവർ, അതായത് നമ്മളെ പോലെ തന്നെയുള്ള അവസ്ഥയിലുള്ളവരോട് പറഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് ഒരല്പമെങ്കിലും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ വേദനകളും ബുദ്ധിമുട്ടുകളും അവർക്കൊന്നും മനസ്സിലാവുന്നു. കാരണം അവർ ഓൾറെഡി ഇതേ സിറ്റുവേഷനിലൂടെയാണല്ലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെയും അല്ലെങ്കിൽ ഒന്നിനെയും നിസ്സാരവൽക്കരിക്കാതിരിക്കുക. ഒരു കാര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ഉള്ളൂ അതിന്റെ വേദനയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അതിന്റെ ഒരു ടെൻഷൻസും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റെസ്പെക്ട് അതേഴ്സ്.